യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം 4 ചോദ്യോത്തരങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എഫെസോസ് 4 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 33 വാക്യങ്ങൾ. 33 വാക്യങ്ങൾ. എഫെസോസ് ലേഖനം 4 അധ്യായത്തിൻ്റെ ആദ്യ ശീർഷകം എന്താണ്? ഉത്തരം ഐക്യത്തിന് ആഹ്വാനം. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഐക്യത്തിന് ആഹ്വാനം എന്ന ശീർഷകത്തിലുള്ളത്. എഫെസോസ് 4:1 കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. എഫെസോസ് 4:1. കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്നത് ആരാണ്? ഉത്തരം പൗലോസ്ലീഹ. പൗലോസ്ലീഹ ആർക്ക് വേണ്ടിയാണ് തടവുകാരനായി തീർന്നിരിക്കുന്നത്? ഉത്തരം കർത്താവിന് വേണ്ടി. പൗലോസ്ലീഹ എഫെസോസുകാരോട് എങ്ങനെ ജീവിതം നയിക്കുവിൻ എന്നാണ് അപേക്ഷിക്കുന്നത്? ഉത്തരം നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം. നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം. എന്തിന് യോഗ്യമായ ജീവിതം നയിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ എഫെസോസുകാരോട് അപേക്ഷിക്കുന്നത്? ഉത്തരം ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം. ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം. എഫെസോസ് 4:2 പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. എഫെസോസ് 4:2. നിങ്ങൾ എപ്രകാരം അന്യോന്യം വർത്തിക്കുവാനാണ് പൗലോസ്ലീഹ എഫെസോസുകാരോട് പറയുന്നത്? ഉത്തരം സഹിഷ്ണുതയോടെ. സഹിഷ്ണുതയോടെ. നിങ്ങൾ എങ്ങനെ അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കാനാണ് പൗലോസ്ലീഹ എഫെസോസുകാരോട് അപേക്ഷിക്കുന്നത്? ഉത്തരം സ്നേഹപൂർവ്വം. നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം എന്ത് ചെയ്യണം? ഉത്തരം സഹിഷ്ണുതയോടെ വർത്തിക്കണം. സഹിഷ്ണുതയോടെ വർത്തിക്കണം. എന്തോടുകൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിനെന്നാണ് പൗലോസ്ലീഹ എഫെസോസുകാരോട് പറയുന്നത്? ഉത്തരം പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ എഫെസോസുകാർ എങ്ങനെയാണ് വർത്തിക്കേണ്ടത്? ഉത്തരം സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ. സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ. എഫെസോസ് 4:3 സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. എഫെസോസ് 4:3. എന്തിൽ നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ എഫെസോസുകാരോട് പറയുന്നത്? ഉത്തരം ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ. ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ആത്മാവിൻ്റെ ഐക്യം എന്തിലാണ് നിലനിർത്തേണ്ടത്? ഉത്തരം സമാധാനത്തിൻ്റെ ബന്ധത്തിൽ. ആത്മാവിൻ്റെ ഐക്യം സമാധാനത്തിൻ്റെ ബന്ധത്തിൽ നിലനിർത്തണം. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ നിലനിർത്തേണ്ടത് എന്താണ്? ഉത്തരം ആത്മാവിൻ്റെ ഐക്യം. ആത്മാവിൻ്റെ ഐക്യം സമാധാനത്തിൻ്റെ ബന്ധത്തിൽ നിലനിർത്തണം. എഫെസോസ് 4:4 ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണുള്ളത്. എഫെസോസ് 4:4. നിങ്ങൾക്ക് എന്താണുള്ളതെന്നാണ് എഫെസോസ് 4:4 പറയുന്നത്? ഉത്തരം ഒരേ ശരീരവും ഒരേ ആത്മാവും. നിങ്ങൾക്ക് ഒരേ ശരീരവും ഒരേ ആത്മാവുമാണുള്ളത്. എന്തുപോലെയാണ് എഫെസോസുകാർക്ക് ഒരേ ശരീരവും ഒരേ ആത്മാവുമുള്ളത്? ഉത്തരം ഒരേ പ്രത്യാശയിൽ അവർ വിളിക്കപ്പെട്ടതുപോലെ. ഒരേ പ്രത്യാശയിൽ അവർ വിളിക്കപ്പെട്ടതുപോലെ. എഫെസോസ് 4:4 പ്രകാരം എങ്ങനെയാണ് എഫെസോസുകാർ വിളിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഒരേ പ്രത്യാശയിൽ. ഒരേ പ്രത്യാശയിൽ. എഫെസോസ് 4:5 ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേയുള്ളൂ. എഫെസോസ് 4:5. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഒന്നു മാത്രമുള്ളത് എന്തെല്ലാമാണ്? ഉത്തരം ഒരു ശരീരം, ഒരു ആത്മാവ്, ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു ജ്ഞാനസ്നാനം. എഫെസോസ് 4:6 സകലത്തിലുമുപരിയും സകലത്തിലൂടെയും സകലത്തിലും വർത്തിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. എഫെസോസ് 4:6. എഫെസോസ് 4:6 ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം സകലത്തിലുമുപരിയും സകലത്തിലൂടെയും സകലത്തിലും വർത്തിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം. സകലത്തിലുമുപരിയും സകലത്തിലൂടെയും സകലത്തിലും വർത്തിക്കുന്നവനും ആരാണ്? ഉത്തരം നമ്മുടെ എല്ലാം പിതാവായ ദൈവം. നമ്മുടെ എല്ലാം പിതാവായ ദൈവം. ഒരുവൻ മാത്രമെന്ന് പൗലോസ്ലീഹ എഫെസോസ് 4:6 ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം പിതാവായ ദൈവത്തെക്കുറിച്ച്. പിതാവായ ദൈവത്തെക്കുറിച്ച്.
എഫേസോസ് 4-ാം അധ്യായത്തിലെ 2-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം കൃപാവരങ്ങളുടെ വൈവിധ്യം. 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് കൃപാവരങ്ങളുടെ വൈവിധ്യം എന്ന ഈ 2-ാമത്തെ ശീർഷകത്തിലുള്ളത്. എഫേസോസ് 4:7 നമുക്കോരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു. എഫേസോസ് 4:7 നമുക്കോരോരുത്തർക്കും എങ്ങനെയാണ് കൃപ നൽകപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി. ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായാണ് നമുക്കോരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി നമുക്കോരോരുത്തർക്കും എന്താണ് നൽകപ്പെട്ടിരിക്കുന്നത്? ഉത്തരം കൃപ. എഫേസോസ് 4:8 അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി. എഫേസോസ് 4:8 ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ആരെയാണ് കൂടെ കൊണ്ടുപോയത്? ഉത്തരം അസംഖ്യം തടവുകാരെ. ആരാണ് ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയത്? ഉത്തരം ക്രിസ്തു. ക്രിസ്തു എപ്പോഴാണ് അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയത്? ഉത്തരം ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ. ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ. ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ മനുഷ്യർക്ക് എന്താണ് നൽകിയത്? ഉത്തരം ദാനങ്ങൾ. ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ മനുഷ്യർക്ക് ദാനങ്ങൾ നൽകി. എപ്പോഴാണ് ക്രിസ്തു മനുഷ്യർക്ക് ദാനങ്ങൾ നൽകിയത്? ഉത്തരം അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ. അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ. അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി. എഫേസോസ് 4:8 തുല്യമായ വചനഭാഗം ഏതാണ്? ഉത്തരം സങ്കീർത്തനങ്ങൾ 68:18. സങ്കീർത്തനങ്ങൾ 68:18. എഫേസോസ് 4:9 അവൻ ആരോഹണം ചെയ്തുവെന്നതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നുകൂടിയല്ലേ? എഫേസോസ് 4:9 അവൻ ആരോഹണം ചെയ്തു വന്നതിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി. അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി. ആരാണ് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയത്? ഉത്തരം ക്രിസ്തു. എഫേസോസ് 4:9 പ്രകാരം ക്രിസ്തു എന്തൊക്കെയാണ് ചെയ്തത്? ഉത്തരം 2 കാര്യങ്ങളാണ് ചെയ്തത്. 1 അവൻ ആരോഹണം ചെയ്തു. 2 ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി. എഫേസോസ് 4:9 പൗലോസ്ലീഹ എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? ഉത്തരം 2 ചോദ്യങ്ങൾ. എഫേസോസ് 4:10 ഇറങ്ങിയവൻ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തവനും. എഫേസോസ് 4:10 എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തവൻ ആരാണ്? ഉത്തരം ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയവൻ തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയവൻ തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയവൻ എവിടേക്കാണ് ആരോഹണം ചെയ്തത്? ഉത്തരം എല്ലാ സ്വർഗങ്ങൾക്കുമുപരി. എല്ലാ സ്വർഗങ്ങൾക്കുമുപരിയാണ് ആരോഹണം ചെയ്തത്. എന്തിനു വേണ്ടിയാണ് ക്രിസ്തു എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തത്? ഉത്തരം എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി. എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി. എല്ലാ വസ്തുക്കളെയും എന്ത് ചെയ്യുവാൻ വേണ്ടിയാണ് ക്രിസ്തു എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തത്? ഉത്തരം പൂരിതമാക്കാൻ വേണ്ടി. പൂരിതമാക്കാൻ വേണ്ടി. എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തുകൊണ്ട് ക്രിസ്തു എന്തിനെയാണ് പൂരിതമാക്കുന്നത്? ഉത്തരം എല്ലാ വസ്തുക്കളെയും. എല്ലാ വസ്തുക്കളെയുമാണ് ക്രിസ്തു പൂരിതമാക്കുന്നത്. എഫേസോസ് 4:11 അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി. എഫേസോസ് 4:11 അവൻ ചിലർക്ക് എന്തിനുള്ള വരമാണ് നൽകിയത്? ഉത്തരം അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ. എഫേസോസ് 4:11 പ്രകാരം മൂന്നാമതായി എന്താകുവാനുള്ള വരമാണ് നൽകിയത്? ഉത്തരം സുവിശേഷ പ്രബോധകന്മാർ. എഫേസോസ് 4:11 പ്രകാരം നാലാമതായി എന്താകുവാനുള്ള വരമാണ് നൽകിയത്? ഉത്തരം ഇടയന്മാർ. എഫേസോസ് 4:11 എത്ര വരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം 5 വരങ്ങൾ. 5 വരങ്ങളെക്കുറിച്ചാണ് എഫേസോസ് 4:11 പറയുന്നത്. എഫേസോസ് 4:12 ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും
ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. എഫേസോസ് 4:12. എഫേസോസ് 4:12 പ്രകാരം എന്തിനാണ് വരങ്ങൾ നൽകിയത്? ഉത്തരം: വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടി. ആരെ പരിപൂർണരാക്കുന്നതിനു വേണ്ടിയാണ് വരം നൽകിയത്? ഉത്തരം: വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനു വേണ്ടിയാണ് വരം നൽകിയത്. എന്ത് ജോലി ചെയ്യുന്നതിനു വേണ്ടിയാണ് വരം നൽകിയത്? ഉത്തരം: ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനു വേണ്ടിയാണ് വരം നൽകിയത്. എന്ത് പണിതുയർത്തുന്നതിനു വേണ്ടിയാണ് വരം നൽകിയത്? ഉത്തരം: ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനു വേണ്ടിയാണ് വരം നൽകിയത്. എഫേസോസ് 4:13 വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. എഫേസോസ് 4:13. എന്തിൻ്റെ ഐക്യത്തിലാണ് എല്ലാവരും എത്തിച്ചേരേണ്ടത്? ഉത്തരം: വിശ്വാസത്തിൻ്റെ ഐക്യത്തിൽ ആരാണ് എത്തിച്ചേരേണ്ടത്? ഉത്തരം: എല്ലാവരും. രണ്ടാമതായി എല്ലാവരും എത്തിച്ചേരേണ്ടത് എവിടെയാണ്? ഉത്തരം: ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിൽ. ആരെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിലാണ് എല്ലാവരും എത്തിച്ചേരേണ്ടത്? ഉത്തരം: ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിലാണ് എല്ലാവരും എത്തിച്ചേരേണ്ടത്. എന്തനുസരിച്ചാണ് എല്ലാവരും പക്വതയാർന്ന മനുഷ്യരാകേണ്ടത്? ഉത്തരം: ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച്. ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് എല്ലാവരും എന്താകണം? ഉത്തരം: പക്വതയാർന്ന മനുഷ്യരാകണം. വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുകയും ചെയ്യുന്നതുവരെ തുടരേണ്ടിയിരിക്കുന്നത് എന്താണ്? ഉത്തരം: ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകുന്നത്. വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടി നിയോഗിക്കപ്പെട്ടവർ ആരാണ്? ഉത്തരം: അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷ പ്രഘോഷകർ, ഇടയന്മാർ, പ്രബോധകന്മാർ എന്നിവർ. എഫേസോസ് 4:14 നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. എഫേസോസ് 4:14. എഫേസോസ് 4:14 നാം ഇനിമേൽ എന്താകരുതെന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. വക്രതയാർന്ന ഉപദേശങ്ങൾ എങ്ങനെയാണ് നൽകപ്പെടുന്നത്? ഉത്തരം: കൗശലപൂർവ്വം. വക്രതയാർന്ന ഉപദേശങ്ങൾ കൗശലപൂർവ്വമാണ് നൽകപ്പെടുന്നത്. കൗശലപൂർവ്വം വക്രതയാർന്ന ഉപദേശങ്ങൾ നൽകുന്നതാരാണ്? ഉത്തരം: മനുഷ്യർ. വക്രതയാർന്ന ഉപദേശങ്ങളുടെ എന്തിൽ ആടിയുലയരുതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: കാറ്റിൽ. എന്തിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുതെന്നാണ് പൗലോസ്ലീഹ നമ്മെ ഉപദേശിക്കുന്നത്? ഉത്തരം: തെറ്റിൻ്റെ വഞ്ചനയിൽ ഉൾപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ. തെറ്റിൻ്റെ വഞ്ചനയിൽ ഉൾപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ. എന്തിനാണ് മനുഷ്യർ കൗശലപൂർവ്വം വക്രതയാർന്ന ഉപദേശങ്ങൾ നൽകുന്നത്? ഉത്തരം: തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ. എഫേസോസ് 4:15 പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. എഫേസോസ് 4:15. നാം ആരിലേക്കാണ് വളരേണ്ടിയിരിക്കുന്നത്? ഉത്തരം: ശിരസ്സായ ക്രിസ്തുവിലേക്ക്. നാം ശിരസ്സായ ക്രിസ്തുവിലേക്കാണ് വളരേണ്ടിയിരിക്കുന്നത്. ശിരസ്സായ ക്രിസ്തുവിലേക്ക് നാം എങ്ങനെയാണ് വളരേണ്ടിയിരിക്കുന്നത്? ഉത്തരം: സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് എല്ലാ വിധത്തിലും. നമ്മൾ എങ്ങനെയാണ് സത്യം പറയേണ്ടത്? ഉത്തരം: സ്നേഹത്തിൽ. നമ്മൾ സത്യം പറയേണ്ടത് സ്നേഹത്തിലാണ്. സ്നേഹത്തിൽ നാം എന്താണ് പറയേണ്ടത്? ഉത്തരം: സത്യം. എഫേസോസ് 4:16
അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. എഫേസോസ് 4:16. അവൻ വഴി എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഉത്തരം സ്നേഹത്തിൽ. അവൻ വഴി സ്നേഹത്തിലാണ് രൂപപ്പെടുന്നത്. ക്രിസ്തു വഴി ശരീരം മുഴുവൻ എങ്ങനെയാണ് വളരുന്നത്? ഉത്തരം ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട്. എഫേസോസ് 4-ാം മൂന്നാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം ക്രിസ്തുവിൽ നവജീവിതം. 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് ക്രിസ്തുവിൽ നവജീവിതം എന്ന ഈ മൂന്നാമത്തെ ശീർഷകത്തിലുള്ളത്. എഫേസോസ് 4:17. കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. എഫേസോസ് 4:17. പൗലോസ്ലീഹ ആരിലാണ് ഉറപ്പിച്ചു പറയുന്നത്? ഉത്തരം കർത്താവിൽ. പൗലോസ്ലീഹ കർത്താവിലാണ് ഉറപ്പിച്ചു പറയുന്നത്. പൗലോസ്ലീഹ ആരിലാണ് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത്? ഉത്തരം കർത്താവിൽ. പൗലോസ്ലീഹ കർത്താവിൽ ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത് എന്താണ്? ഉത്തരം നിങ്ങൾ ഇനിയൊരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. നിങ്ങൾ ഇനിയൊരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. നിങ്ങൾ ഇനിയൊരിക്കലും ആരെ പോലെ ജീവിക്കരുതെന്നാണ് പൗലോസ്ലീഹ എഫേസോസുകാരോട് ഉറപ്പിച്ചു പറയുന്നത്? ഉത്തരം വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ. വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ. വിജാതീയരുടെ ചിന്ത എങ്ങനെയുള്ളതാണ്? ഉത്തരം വ്യർത്ഥം. വിജാതീയരുടെ ചിന്ത വ്യർത്ഥമാണ്. എഫേസോസ് 4:18. ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. എഫേസോസ് 4:18. ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ചത് ആർക്കാണ്? ഉത്തരം വിജാതീയർക്ക്. ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച വിജാതീയരിൽ എവിടെയാണ് അന്ധകാരം നിറഞ്ഞിരിക്കുന്നത്? ഉത്തരം ബുദ്ധിയിൽ. ആരുടെ ബുദ്ധിയിലാണ് അന്ധകാരം നിറഞ്ഞത്? ഉത്തരം വിജാതീയരുടെ. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നത് ആരാണ്? ഉത്തരം വിജാതീയർ. വിജാതീയരാണ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും അകറ്റപ്പെട്ടിരിക്കുന്നത്. വിജാതീയർ എവിടെ നിന്നാണ് അകറ്റപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന്. എഫേസോസ് 4:19. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു, എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. എഫേസോസ് 4:19. ആരാണ് തങ്ങളെ തന്നെ ഭോഗാസക്തിക്ക് സമർപ്പിച്ചത്? ഉത്തരം വിജാതീയർ. വിജാതീയർ എങ്ങനെയാണ് തങ്ങളെ തന്നെ ഭോഗാസക്തിക്ക് സമർപ്പിച്ചത്? ഉത്തരം മനസ്സ് മരവിച്ച്. വിജാതീയർ എന്തിലാണ് ആവേശത്തോടെ മുഴുകിയത്? ഉത്തരം എല്ലാത്തരം അശുദ്ധികളിലും. വിജാതീയർ മനസ്സ് മരവിച്ച് തങ്ങളെ തന്നെ എന്തിനാണ് സമർപ്പിച്ചത്? ഉത്തരം ഭോഗാസക്തിക്ക്. വിജാതീയർ മനസ്സ് മരവിച്ച് തങ്ങളെ തന്നെ ഭോഗാസക്തിക്കാണ് സമർപ്പിച്ചത്. എഫേസോസ് 4:20. പക്ഷേ ഇതെല്ലാം നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. എഫേസോസ് 4:20. പക്ഷേ ഇതെല്ലാം നിങ്ങൾ ആരിൽ നിന്ന് പഠിച്ചത് എന്നാണ് എഫേസോസ് 4:20 പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ക്രിസ്തുവിൽ നിന്ന്. പക്ഷേ ഇതെല്ലാം നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത് എന്തല്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ഭോഗാസക്തിയും അശുദ്ധിയിൽ ആവേശത്തോടെ മുഴുകുന്നതും. ഭോഗാസക്തിയും അശുദ്ധിയിൽ ആവേശത്തോടെ മുഴുകുന്നതും നിങ്ങൾ ക്രിസ്തുവിൽ നിന്നല്ല പഠിച്ചത്. നിങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. എഫേസോസ് 4:21. നിങ്ങൾ ആരെക്കുറിച്ച് കേൾക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് പൗലോസ്ലീഹ എഫേസോസ് 4:21 പറയുന്നത്? ഉത്തരം യേശുവിനെ കുറിച്ച്. സത്യം ആരിലാണ്? ഉത്തരം യേശുവിൽ. സത്യം യേശുവിലാണ്. യേശു എങ്ങനെയാണ് എഫേസോസുകാരെ പഠിപ്പിച്ചത്? ഉത്തരം സത്യം തന്നിലായിരിക്കുന്നത് പോലെ. സത്യം തന്നിലായിരിക്കുന്നത് പോലെ. എഫേസോസ് 4:22. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. എഫേസോസ് 4:22. ആരെ ദൂരെ എറിയുവിൻ എന്നാണ് പൗലോസ്ലീഹ എഫേസോസ് 4:22 പറയുന്നത്? ഉത്തരം നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ.
എഫേസോസുകാരുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ടതാരാണ്? ഉത്തരം വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ മനുഷ്യൻ. വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ മനുഷ്യൻ. വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ മനുഷ്യൻ എങ്ങനെയാണ് രൂപം കൊണ്ടത്? ഉത്തരം എഫേസോസുകാരുടെ പഴയ ജീവിത രീതിയിൽ നിന്ന്. എഫേസോസുകാരുടെ പഴയ ജീവിത രീതിയിൽ നിന്ന്. എഫേസോസ് 4:23 നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. എഫേസോസ് 4:23. നിങ്ങൾ എങ്ങനെ നവീകരിക്കപ്പെടട്ടെ എന്നാണ് എഫേസോസ് 4:23 പൗലോസ്ലീഹ പറയുന്നത്. ഉത്തരം മനസ്സിൻ്റെ ചൈതന്യത്തിൽ. നിങ്ങൾ എന്തിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. എഫേസോസ് 4:24 യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. എഫേസോസ് 4:24. എഫേസോസ് 4:24 നിങ്ങൾ എന്ത് ധരിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ. പുതിയ മനുഷ്യൻ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഉത്തരം യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതാരാണ്? ഉത്തരം പുതിയ മനുഷ്യൻ. പുതിയ മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഉത്തരം യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും. എഫേസോസ് 4-ാം അധ്യായത്തിലെ 4-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം വർജിക്കേണ്ട തിന്മകൾ. വർജിക്കേണ്ട തിന്മകൾ എന്ന ഈ ശീർഷകത്തിൽ 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണുള്ളത്. എഫേസോസ് 4:25 അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം, കാരണം നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. എഫേസോസ് 4:25. അതിനാൽ എല്ലാവരും എന്താണ് വെടിയേണ്ടത്? ഉത്തരം വ്യാജം. അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് എന്താണ് സംസാരിക്കേണ്ടത്? ഉത്തരം സത്യം. ആരോടാണ് എല്ലാവരും വ്യാജം വെടിഞ്ഞ് സത്യം സംസാരിക്കേണ്ടത്? ഉത്തരം തങ്ങളുടെ അയൽക്കാരോട്. എന്തുകൊണ്ടാണ് വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം എന്ന് പറയാൻ കാരണം? ഉത്തരം നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളായതിനാൽ എന്ത് ചെയ്യണം? ഉത്തരം വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം. വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം. എഫേസോസ് 4:26 കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ. എഫേസോസ് 4:26. കോപിക്കാം, എന്നാൽ എന്ത് ചെയ്യരുതെന്നാണ് എഫേസോസ് 4:26 പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം ഏതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ ഉപദേശിക്കുന്നത്? ഉത്തരം സൂര്യൻ അസ്തമിക്കുന്നതുവരെ. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ. സൂര്യൻ അസ്തമിക്കുന്നതുവരെ എന്ത് നീണ്ടുപോകാതിരിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ എഫേസോസ് 4:26 പറയുന്നത്? ഉത്തരം നിങ്ങളുടെ കോപം. എഫേസോസ് 4:26 പൗലോസ്ലീഹ എന്തിനാണ് അനുവാദം കൊടുത്തിരിക്കുന്നത്? ഉത്തരം കോപിക്കാൻ. എപ്പോൾ വരെ കോപിക്കാനാണ് അനുവാദം കൊടുത്തിരിക്കുന്നത്? ഉത്തരം സൂര്യൻ അസ്തമിക്കുന്നതുവരെ കോപിക്കാം. എഫേസോസ് 4:27 സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. എഫേസോസ് 4:27. എഫേസോസ് 4:27 സാത്താന് നിങ്ങൾ എന്ത് കൊടുക്കരുതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം അവസരം. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. എഫേസോസ് 4:27 നിങ്ങൾ ആർക്ക് അവസരം കൊടുക്കരുതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം സാത്താന്. എഫേസോസ് 4:28 മോഷ്ടാവിനിമേൽ മോഷ്ടിക്കരുത്. അവനില്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ. എഫേസോസ് 4:28. മോഷ്ടാവിനിമേൽ എന്ത് ചെയ്യരുത്? ഉത്തരം മോഷ്ടാവിനിമേൽ മോഷ്ടിക്കരുത്. അവർ എങ്ങനെയാണ് ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കേണ്ടത്? ഉത്തരം സ്വന്തം കൈകൊണ്ട് മാന്യമായ ജോലി ചെയ്ത്.
മോഷ്ടാക്കൾ സ്വന്തം കൈകൊണ്ട് മാന്യമായ ജോലി ചെയ്ത് വേണം സമ്പാദിക്കാൻ. സ്വന്തം കൈകൊണ്ട് മാന്യമായി ജോലി ചെയ്ത് സമ്പാദിക്കുവാൻ പൗലോസ്ലീഹ ആരോടാണ് പറയുന്നത്? ഉത്തരം മോഷ്ടാവിനോട്. എന്തിനാണ് മോഷ്ടാവ് സ്വന്തം കൈകൊണ്ട് മാന്യമായ ജോലി ചെയ്ത് സമ്പാദിക്കേണ്ടത്? ഉത്തരം ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുവാൻ. എഫേസോസ് 4:29 നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. എഫേസോസ് 4:29. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് എന്തു പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് എഫേസോസ് 4:29 പൗലോസ്ലീഹ ആഗ്രഹിക്കുന്നത്? ഉത്തരം തിന്മയുടെ വാക്കുകൾ. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് എന്താണ് പ്രദാനം ചെയ്യേണ്ടത്? ഉത്തരം ആത്മീയ ചൈതന്യം. ആർക്കാണ് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യേണ്ടത്? ഉത്തരം കേൾവിക്കാർക്ക്. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി എന്ത് ചെയ്യണം? ഉത്തരം അവരുടെ ഉന്നതിക്ക് ഉതകുന്ന വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കണം. അവരുടെ ഉന്നതിക്ക് ഉതകുന്ന വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കണം. ആരുടെ ഉന്നതിക്ക് ഉതകുന്ന വിധമാണ് നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കേണ്ടത്? ഉത്തരം കേൾവിക്കാരുടെ. എഫേസോസ് 4:30 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. എഫേസോസ് 4:30 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയതാരാണ്? ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഏതു ദിനത്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ മുദ്രിതരാക്കിയത്? ഉത്തരം രക്ഷയുടെ ദിനത്തിനു വേണ്ടി. ആരെ നിങ്ങൾ വേദനിപ്പിക്കരുതെന്നാണ് എഫേസോസ് 4:30 പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. എഫേസോസ് 4:31 സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. എഫേസോസ് 4:31 എഫേസോസ് 4:31 പ്രകാരം എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത് എന്താണ്? ഉത്തരം സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും. സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും. എല്ലാ തിന്മകളോടും കൂടെ എത്ര കാര്യങ്ങൾ ഉപേക്ഷിക്കാനാണ് എഫേസോസ് 4:31 പൗലോസ്ലീഹ എഫേസോസുകാരോട് പറയുന്നത്? ഉത്തരം 5 കാര്യങ്ങൾ. വിദ്വേഷം, ക്ഷോഭം, ക്രോധം, അട്ടഹാസം, ദൂഷണം എന്നീ 5 കാര്യങ്ങൾ. എല്ലാ തിന്മകളോടും കൂടെ മൂന്നാമതായി ഉപേക്ഷിക്കാൻ പറയുന്നത് എന്താണ്? ഉത്തരം ക്രോധം. ക്രോധം ഉപേക്ഷിക്കാൻ പറഞ്ഞതിന് ശേഷം എന്തുപേക്ഷിക്കുവാനാണ് എഫേസോസ് 4:31 പറയുന്നത്? ഉത്തരം അട്ടഹാസം. സകല തിന്മകളോടും കൂടെ 5ാമതായി എന്തുപേക്ഷിക്കാനാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ദൂഷണം. എഫേസോസ് 4:32 ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. എഫേസോസ് 4:32 ദൈവം ആരു വഴിയാണ് നമ്മളോട് ക്ഷമിച്ചത്? ഉത്തരം ക്രിസ്തു വഴി. ദൈവം ക്രിസ്തു വഴിയാണ് നമ്മളോട് ക്ഷമിച്ചത്. ക്രിസ്തു വഴി ആരാണ് നമ്മളോട് ക്ഷമിച്ചത്? ഉത്തരം ദൈവം. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും എന്ത് ചെയ്യുവൻ എന്നാണ് എഫേസോസ് 4:32 പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. നിങ്ങൾ എങ്ങനെയാണ് ഹൃദയാർദ്രതയോടെ പെരുമാറേണ്ടത്? ഉത്തരം പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും. പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും. എഫേസോസ് ലേഖനം അധ്യായം 4 നിന്നുമുള്ള പ്രധാന സമാന വാക്യങ്ങൾ. എഫേസോസ് 4:1 സമാനമായ വാക്യങ്ങൾ എഫേസോസ് 3-ാം അധ്യായം 1-ാം വാക്യം, ഫിലിപ്പിയർ 1:13, കൊളോസോസ് 4:18, 2 തീമോത്തിയോസ് 2:9. എഫേസോസ് 4:2 തുല്യമായ തിരുവചനം കൊളോസോസ് 3-ാം അധ്യായം 12-13 വാക്യങ്ങൾ. കൊളോസോസ് 3-ാം അധ്യായം 12-13 വാക്യങ്ങൾ. എഫേസോസ് 4:8 തുല്യമായ വചനം സങ്കീർത്തനം 68-ാം അധ്യായം 16. സങ്കീർത്തനം 68:16. എഫേസോസ് 4-ാം അധ്യായം 15-16 തുല്യമായ വചനഭാഗം കൊളോസോസ് 1-ാം അധ്യായം 19-ാം വാക്യം. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ,
എഫേസോസ് ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി.